അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 248 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما فصل طالوت ഫ ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഔന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഫസ്വല ത്വാലൂത്ത്, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തർഫീം ചെയ്ത് കൊടുക്കുക. ത്വാ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തർഫീം ചെയ്യുക. അലിഫ് മദ്ദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ്ദ് വന്നു, അവിടെ നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ്, ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നൂനിൻ്റെ കൂടെ വാവുമദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖാല, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തർഫീം ചെയ്ത് കൊടുക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖാഫിൻ്റെ സൗണ്ടിനെയും ക്ലിയർ ആക്കുക. ഖാ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഇന്നല്ലാഹ്, നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഔന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ നമ്മൾ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. മുബ്തലീകും ബിനഹർ, ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. മുബ്തലീക്കും അതുപോലെ ഓത്. ലാമിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ബ വന്നിട്ടുണ്ട്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫ ആണ് കേട്ടോ, ഇഖ്ഫാഉ ഷഫവി. അപ്പോൾ മീം സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മുബ്തലീക്കും ബിനഹർ അതുപോലെ ഓത്. ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു, ഹാ ഉച്ചരിക്കുന്ന സമയത്ത് തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. റോക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഫ ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ച് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഷീനാണ് വന്നത്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. റോ കെസ്രയാണ്, രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഷെറിബ നോതരുത്, ഷെരിബ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മിൻഹു ഫലൈസ മിന്നി, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. ഇവ്ഹാർ ചെയ്തിട്ട് ഓതുക കേട്ടോ. മിൻഹു എന്ന് മണിച്ചിട്ട് ഓതരുത്, മിൻഹു മണിക്കാതെ വ്യക്തമാക്കിയിട്ട് ഓതുക കേട്ടോ. ഫലൈസ മിന്നി, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നൂനിൻ്റെ കൂടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഔന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. യാമദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വമല്ലം യത്അം, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിച്ചിട്ടുള്ള പ്രൊണൗൺസിയേഷൻ തെറ്റാണ്, എന്ന് ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാ ബിലാഹുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഉന്ന കൊടുക്കാതെ ഓതി കൊടുക്കുക. വമല്ലം എന്ന് മണിച്ചിട്ട് ഓതരുത്. വമല്ലം യത്അം അതുപോലെ ഓതുക കേട്ടോ. ത്വാ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തർഫീം ചെയ്യണം. പിന്നെ ത്വാ കൊൽക്കല ലെറ്റേഴ്സിൽപ്പെട്ടതാണ്. അപ്പോൾ സുക്കൂനാവുന്ന സമയത്ത് ഫുൾ സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. യഖ് ത്വാ എന്നുള്ള സൗണ്ട് കൊടുക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്നാണ് കൊണ്ടുവരേണ്ടത്. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഫഇന്നഹു മിന്നി,
ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. നൂനിന് ശബ്ദ വന്നിട്ടുണ്ട്. അഖ്മൽ ഔനനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹ കൂടെ വാവ് സ്വയറ വന്നു, 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. മിന്നി ഇല്ലാ മൻ ഇഗ്തറഫ്. നൂനിൻ്റെ കൂടെ ശബ്ദ വന്നിട്ടുണ്ട്. അഖ്മൽ ഔനനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം. മദ്ദും വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നു. 2 അക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക. മൻ ഇഗ്തറഫ്. ഗൈനിൻ്റെ ഗൈന് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഖ്ഫീം ചെയ്യുക. ഗൈൻ ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. മൻ ഇഗ്തറഫ നോതരുത്. മൻ ഇഗ്തറഫ മഖ്റജിലേക്ക് അങ്ങ് ചേർത്തി കൊടുക്കുക കേട്ടോ. റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഗുർഫതം ബിയദിഹി. ഗൈനിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ ആദ്യ ഭാഗത്തു നിന്നാണ് ഗൈനിന് പുറപ്പെടുന്നത്. സൗണ്ട് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ഇനി താക്ക് ഇവിടെ ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബാ വന്നു. തെൻവീനുള്ള നൂനിനെ നമ്മൾ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഒന്നയോട് കൂടി ഒതി കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. കാല് താഴോട്ടുള്ള ഒരു ചെറിയ മീമിനെ കാണുന്നുണ്ട്. ഇതാണ് ഇഖ്ലാബിൻ്റെ മീമുൽ ഖായിമ. ഉർഫതം ബിയദി. അവിടെ നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കുകയില്ല. മീമാക്കി മാറ്റി മറിക്കും ചെയ്യുക, ഒന്ന കൊടുക്കും ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലം മിൻഹും. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. റ കെസ്റ അതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ബ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. മിൻഹു ഇല്ലാ ഖലീല. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. മിൻഹു എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. മിൻഹു മണിക്കാതെ വ്യക്തമാക്കി ഓതുക കേട്ടോ. ലാമിൻ്റെ കൂടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക, മണിക്കാതെ അവിടെയും ഓതാൻ ശ്രദ്ധിക്കുക. ഇല്ലാ ഖലീലം മിൻഹും. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. ലാമിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലാമിന് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിന് നമ്മൾ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഒതി കൊടുക്കുക കേട്ടോ. ഇനി നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇദ്ഹാർ ചെയ്തിട്ട് ഉച്ചരിക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. മിൻഹു എന്ന് പറഞ്ഞ് മണിച്ചിട്ട് ഓതരുത്. ഖലീലം മിൻഹും. അതുപോലെ വഖഫ് ചെയ്യുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.